ഈ കഥ പറയുന്നത് ഋഷഭ് പന്തിന്റെ ഒരു ആരാധകനല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിനെ അത്രമേൽ സ്നേഹിക്കുന്നവരാണ്. ഏപ്രിൽ 20 നടന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം 267 എന്ന വലിയ ലക്ഷ്യം ഡൽഹി പിന്തുടരുന്നു. ആറാമനായി ഡൽഹി നായകൻ ഋഷഭ് പന്ത് ക്രീസിലെത്തി. ഒരു വശത്ത് മുൻനിര ബാറ്റർമാർ വിക്കറ്റ് നഷ്ടപ്പെടുത്തി. ആരുടെയും പിന്തുണയില്ലാതെ വന്നപ്പോൾ അയാൾ റൺസ് കണ്ടെത്താൻ വിഷമിച്ചു. തോൽവിഭാരം കുറയ്ക്കാൻ പോലും പന്തിന് കഴിഞ്ഞില്ല. വിമർശക സംഘം അയാളെ വളഞ്ഞിട്ടാക്രമിച്ചു. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പന്തിന്റെ ടീം വീണ്ടും കളത്തിലെത്തി. ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസ് എതിരാളികളായി. ഒരു ഘട്ടത്തിൽ 3-44 എന്ന ഡൽഹി തകർന്നടിഞ്ഞു. വീണ്ടും ഒരിക്കൽ കൂടെ ഋഷഭ് പന്ത് ക്രീസിലേക്കെത്തി. ആദ്യ 11 പന്തിൽ 12 റൺസ് മാത്രമാണ് അയാൾ സ്കോർ ചെയ്തത്. പക്ഷേ അക്സർ പട്ടേൽ ക്യാപ്റ്റന്റെ സമ്മർദ്ദം കുറച്ചു. സീസണിലാദ്യമായി അക്സർ ഫോമിലേക്ക് ഉയർന്നു. അനായാസം ആ ബാറ്റിൽ നിന്ന് റൺസ് പിറന്നുകൊണ്ടിരുന്നു. ഇതോടെ പന്തിന്റെ സമ്മർദ്ദം കുറഞ്ഞു. അയാൾ വെടിക്കെട്ട് തുടങ്ങി. 43 പന്തുകളിൽ 5 ഫോറുകൾ, 8 സിക്സുകൾ. റൺസുമായി ഋഷഭ് പന്ത് പുറത്താകാതെ നിന്നു. മുൻ മത്സരത്തിലെ കണക്കു പുസ്തകം വെച്ച് വിമർശിച്ചവർക്ക് കളിക്കളത്തിൽ അയാൾ മറുപടി നൽകി. വിമർശകരോടൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ആളും മാറിപ്പോയി. ഇത് ഋഷഭ് പന്താണ്. ഡൽഹിയിൽ ഒരു വാഹനാപകടത്തിൽ അയാളെ തളർത്താൻ കാലം നോക്കിയതാണ്. പക്ഷേ അയാളുടെ മനക്കരുത്തിന് മുന്നിൽ, കഠിനാധ്വാനത്തിന് മുന്നിൽ കാലത്തിന് തോറ്റു പിന്മാറേണ്ടി വന്നു. 2 വർഷം ചികിത്സിച്ചാൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്താം. അതാണ് ഡോക്ടർമാർ പ്രവചിച്ചത്. പക്ഷേ 14 മാസം മതിയായിരുന്നു. അയാൾ പൂർവാധികം ശക്തിയോടെ കളിക്കളത്തിൽ തിരികെയെത്തി. ഇത്ര വലിയൊരു അപകടത്തിന്റെ തരിമ്പ് സൂചനകൾ പോലും ആ ശരീരത്തിലില്ല. അത്രമേൽ മെയ്വഴക്കത്തോടെ അയാൾ കളത്തിൽ തുടരുന്നു. ഇനി മത്സരമാണ്. സഞ്ജു സാംസൺ പറഞ്ഞതുപോലെ തന്നോട് തന്നെയുള്ള മത്സരം. സ്വന്തം പ്രകടനത്തിനായി, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉയർച്ചയ്ക്കായുള്ള മത്സരം. പ്രിയ ഋഷഭ് പന്ത്, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും.